നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ്. നമ്മുടെ വിൻട്രേഡർ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എൻട്രി എക്സിറ്റ് ചെയ്യാവുന്നതാണ്. സിഗ്നൽസ് യൂസ് ചെയ്ത് അതിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് എങ്ങനെ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. കോൺടാക്ട് ചെയ്ത് ഫ്രീ ആയിട്ടൊരു ഡെമോ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓൺ കോളിൽ നമ്മളിത് പറഞ്ഞു തരും എങ്ങനെ ചെയ്യാവുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസിൽ വന്ന് ഡയറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഓഫീസ് വരാവുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ പേരും കേൾക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്നത് സീപ്ലയുടെ ചാർട്ടാണ്. സീപ്ല ഞാൻ ഇൻട്രാഡേ 5 മിനിറ്റിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മേഖലയിൽ വരുന്നത് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ 1547. നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും മാർക്കറ്റ് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുക. ഇതിനകത്തൊരു വൈറ്റ് കളർ ലൈൻ കാണാൻ സാധിക്കുന്നില്ലേ, അത് ഡേ സെപ്പറേഷൻ ലൈനാണ്. ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന ഒരു ഗ്രീൻ കളർ അപ്പാരോ, അത് ബൈ ചെയ്യാനുള്ളതും. റെഡ് വരുന്ന സെൽ സിഗ്നലാണ്. അതായത് സിഗ്നൽസ് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിച്ചിട്ടും ബൈ വന്നിരിക്കുന്നത് 1530.95. അപ്പോൾ സിഗ്നൽ വന്നെന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ കയറി എൻട്രി ചെയ്യലും. നമ്മൾ ആ വരുന്ന ട്രേഡ് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ബൈ സിഗ്നൽ വന്ന ശേഷം വെരി നെക്സ്റ്റ് ക്യാനിലാണ് നമ്മൾ എൻട്രി ചെയ്യണം. നമ്മുടെ എൻട്രി പോയിന്റ് ഇല്ലേ, അത് സെക്കൻഡ് ക്യാനിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യാനിൽ നമ്മൾ എൻട്രി ചെയ്തതിന് മുന്നായിട്ട് അതിൻ്റെ താഴത്തെ ബാർ നമ്മൾ ഓരോ ക്യാനിലും ഓരോ ബാർ ഫോം ചെയ്യും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഒറ്റ ബാറേ കാണുള്ളൂ. അത് ഗ്രീൻ ആയി നോക്കുക. അത് ഗ്രീനും ആയിരിക്കണം. പ്രൈസ് ഇവിടെ താഴെ ബൈ സോൺ ഒന്നും എഴുതി കാണിക്കുക. രണ്ട് കൺഫർമേഷൻ മതി. ഈ കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്യാനിൽ എന്തേ താഴത്തെ ബാർ ഇല്ലായിരുന്നു, നോ പ്രോബ്ലം. അങ്ങനെ ചില സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തേർഡ് ഓർ ഫോർത്ത് ക്യാനിലായിരിക്കും കൺഫർമേഷൻ കിട്ടുന്നത്. അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുത്ത് വെച്ചാൽ മതി. നമുക്കിവിടെ ഈ ഒരു ക്യാനിലാണ് കൺഫർമേഷൻ കിട്ടിയത്. അവിടെ ആ ഒരു പ്രൈസിൽ അപ്പം നമ്മൾ എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്യുക. അവിടെ നിന്ന് മാർക്കറ്റ് അപ്പോൾ നമ്മൾ ചില സമയത്ത് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്താണ് എൻട്രി കിട്ടുന്നതെങ്കിൽ നോ പ്രോബ്ലം. സെക്കൻഡ് ഓർ തേർഡ് ടാർഗറ്റോട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറി ഒരു 16 പോയിന്റാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റാണ് 47. റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണ്. താഴത്തൊരു ഓവറോൾ വിൻ ട്രേഡ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഓവറോൾ ട്രെൻഡാണ്. അതായത് ഓരോ ടൈം ഫ്രെയിമിൽ എന്താ ട്രെൻഡ് എന്നുള്ള കാണിക്കുന്നത്. ഓവറോൾ ഇപ്പോൾ സീപ്ലയുടെ മാർക്കറ്റ് ഫുൾ അപ്പ് ട്രെൻഡിൽ തന്നെയാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു ഇൻട്രാഡേ ചാർട്ടാണ്. ഇത് നമുക്ക് സിംഗിൾ ചെയ്യണമെങ്കിൽ സിംഗിളോട്ട് ചെയ്യാം, സ്കാൽപ്പിംഗ് ആണെങ്കിൽ അതിനനുസരിച്ച്. അതായത് ഇതിൻ്റെ ടൈം ഫ്രെയിം നമുക്ക് സ്വയം സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജി. ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോസ് എല്ലാം നമ്മൾ എടുക്കുന്ന ലൈവ് മാർക്കറ്റിൽ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം, ഓപ്ഷൻസ് ഉണ്ട്. കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് സിഗ്നൽ വരുമ്പോൾ ഏറ്റവും താഴത്ത് 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അതുപോലെ സൈഡ് വേസ് ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും. റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്ലോട്ട് ചെയ്ത് വരും. ട്രേഡ് മാത്രം നമ്മൾ മാനുവലി ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.